ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. പ്രതിമാനാച്ഛാദന വിവാദത്തിൽ പ്രധാനമന്ത്രിയെ പ്രതിഷേധമറിയിച്ച മുഖ്യമന്ത്രി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ഘട്ടത്തിലാണ് ഇത്തരം ഒഴിവാക്കൽ എങ്കിൽ സഹിക്കുമോ എന്ന് ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. PMOയുടെ നീക്കങ്ങൾ സംശയകരമെന്ന് KC ജോസഫ്. വിവാദം വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടി ഒത്തുകളിയാണെന്ന് കോടിയേരി. UDF-ലെ ചിലർ വെള്ളാപ്പള്ളിയെ സഹായിക്കുന്നുവെന്ന് A. ഷുക്കൂർ. കുമ്മനം രാജശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കാൻ കോർ കമ്മിറ്റിയിൽ ധാരണ. പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ. തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടുവെന്ന് V. മുരളീധരൻ. കുമ്മനം നേതൃപദവിയിലെത്തുന്നത് RSS ഇടപെടലിനെ തുടർന്ന്. Before I demit, the judgment will be delivered. മദ്യനയ കേസിൽ ഈ മാസം 30-ന് മുൻപ് വിധി പറയുമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ റിപ്പോർട്ടറോട്. വിധി പറഞ്ഞിട്ടേ വിരമിക്കൂ. ഇതിന് പ്രത്യേക സിറ്റിംഗ് നടത്തും. ഇത് നിയമനിർമ്മാണ സഭയാണ്. ദോശയിടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കുന്നത് ശരിയല്ല. ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ദിവസം വെക്കണം. അത് ശരിയല്ല. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ആഭ്യന്തരമന്ത്രിയുടെ വിമർശനത്തിൽ പരിഭവിച്ച സ്പീക്കർ സഭയിൽ നിന്ന് വിട്ടുനിന്നു. അനുനയ നീക്കത്തിനൊടുവിൽ തിരിച്ചെത്തി. DGP ജേക്കബ് തോമസിനെതിരെ ആഞ്ഞടിച്ച് സഭയിൽ മഞ്ഞളാം കുഴിയാലി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സർവീസിലിരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ്. ഞാനും മറ്റേ മുഖ്യമന്ത്രിയാണെങ്കിൽ അയാൾ വീട്ടിലിരിക്കും. നേതൃത്വം വിഷമയമായ കാലഘട്ടമാണിതെന്ന് ജേക്കബ് തോമസ്. P. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന് പിന്നിൽ വിഭാഗീയതയല്ലെന്ന് CPIM കണ്ടെത്തൽ. അക്രമം കാട്ടിയത് 3-അംഗ കൊട്ടേഷൻ സംഘം. അന്വേഷണ വിവരം പോലീസിന് നൽകാനും തീരുമാനം. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് കേസിലെ പ്രതിയായ ലതീഷ്. കുമ്മനം രാജശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കാൻ കോർ കമ്മിറ്റിയിൽ ധാരണ. പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ കുമ്മനം രാജശേഖരന്റെ പേര് മാത്രമേ ഉയർന്നു വന്നുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് പേരുകൾ ചർച്ച ചെയ്യാത്ത വിധം ഇക്കാര്യത്തിൽ RSSന്റെ തീരുമാനം BJPയുടെ സംസ്ഥാനത്തെ നേതാക്കൾ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുകയായിരുന്നോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഇന്ന് പുതിയ അധ്യക്ഷൻ ആരാകുന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും അത് ഏകദേശം ധാരണയിലെത്തിയ ശേഷമാണ് പിരിഞ്ഞിരിക്കുന്നത്. അതായത് കുമ്മനം രാജശേഖരൻ തന്നെ പുതിയ അധ്യക്ഷനായിരിക്കും തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം കോർ കമ്മിറ്റിയിൽ കുമ്മനം രാജശേഖരൻ തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഉണ്ടായത്. അതേസമയം മറ്റൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന നേതാവ് ഓർഗനൈസറിന്റെ മുൻ പത്രാധിപരായിരുന്ന R. ബാലശങ്കറാണ്. പക്ഷേ R. ബാലശങ്കറിനെ ഇത്തരത്തിൽ അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നത് വലിയ വിയോജിപ്പ് സംസ്ഥാന ഘട്ടത്തിൽ തന്നെ ഉണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ അടക്കമുള്ളവർ R. ബാലശങ്കറിനെ അധ്യക്ഷനാകുന്നതോട് വിയോജിച്ചു. അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ തന്നെ പുതിയ അധ്യക്ഷനായി തുടരും. പക്ഷേ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നും ഉണ്ടായിട്ടില്ല. പകരം ദേശീയ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം തന്നെ കുമ്മനം രാജശേഖരനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി യോഗശേഷം ദേശീയ സെക്രട്ടറി H. രാജ അറിയിച്ചു. ഒപ്പം തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്തു. ഇത്തരത്തിൽ തീരുമാനമായിക്കൊണ്ടാണ് ഇന്നത്തെ യോഗം ഏതായാലും അവസാനിച്ചിരിക്കുന്നത്. അഭിലാഷ്. രാഗേഷ്, നേരത്തെ കേരള ഹൗസിൽ കൃഷ്ണദാസ് വിഭാഗത്തിലെ നേതാക്കൾ പ്രത്യേകം ഒരു ചർച്ച നടത്തുകയും അതിൽ R. ബാലശങ്കർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ബാലശങ്കറിനെ പിന്തുണയ്ക്കുകയാണ് എന്ന പ്രതീതി ഉയർത്തിയിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ബാലശങ്കർ പ്രസിഡന്റ് ആകണമെന്ന അഭിപ്രായം സംസ്ഥാന ഘടകത്തിലെ ഇന്ന് കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഏതെങ്കിലും നേതാവ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായോ? അത് സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? അഭിലാഷ്, ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി രാംലാലിന്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാംലാലിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുകയുണ്ടായി. ഈ യോഗത്തിൽ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളൊപ്പം തന്നെ കുമ്മനം രാജശേഖരനും R. ബാലശങ്കറും പങ്കെടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു കോർ കമ്മിറ്റി യോഗം ചേർന്നത്. എന്നാൽ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ബാലശങ്കർ എത്തിയിരുന്നില്ല, മറിച്ച് കുമ്മനം രാജശേഖരൻ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും കുമ്മനം രാജശേഖരന് അനുകൂലമായ ഘടകം RSSന്റെ പിന്തുണയാണ്, മറിച്ച് RSSനുള്ള എതിർപ്പ് ബാലശങ്കറിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ പ്രബല വിഭാഗം R. ബാലശങ്കറിനെ എതിർത്തപ്പോൾ കാര്യമായ എതിർപ്പ് കുമ്മനം രാജശേഖരന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇതിൽ പ്രധാനമായും നേതാക്കൾ സൂചിപ്പിച്ചത് ഏതാണ്ട് നിരവധി വർഷമായി കേരളവുമായി ബന്ധമില്ലാത്ത ആളാണ് R. ബാലശങ്കർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ R. ബാലശങ്കറിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന നിലപാട് ഒരു വിഭാഗം ഈ യോഗത്തിൽ അറിയിച്ചതായ സൂചന. ഇത് തന്നെയാണ് R. ബാലശങ്കറിന്റെ സാധ്യത മങ്ങുകയും ചെയ്ത് അതിനുശേഷം ചേർന്നിരിക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനം രാജശേഖരൻ പങ്കെടുക്കുകയും ചെയ്തു. അഭിലാഷ്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. BJPയെ സംസ്ഥാനത്ത് പുതുതായി നയിക്കാൻ കുമ്മനം രാജശേഖരൻ എത്തുന്നു. അദ്ദേഹം RSSന്റെ പ്രചാരകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആവുകയും പിന്നീട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അമരക്കാരനായി മാറുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ BJP
ഭാരവാഹിത്വം ഇല്ലാത്ത ആളാണ്. അദ്ദേഹത്തെ BJPയുടെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി എച്ച് രാജ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, അല്പസമയം മുൻപ് പറയുകയുണ്ടായി. ഇനി ബാക്കി നിൽക്കുന്നത് കുമ്മനം രാജശേഖരനെ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ഔപചാരികത മാത്രമാണ്. ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കുക BJPയുടെ ദേശീയ നേതൃത്വമാണ്. ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദേശീയ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും മറ്റു പേരുകൾ ഒന്നും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതും RSSന്റെ നോമിനി കുമ്മനം രാജശേഖരനാണ് എന്നുള്ളതുകൊണ്ടും തന്നെ കുമ്മനം രാജശേഖരനായിരിക്കും ഏറ്റവും കുറഞ്ഞ 3 വർഷമെങ്കിലും BJPയെ നയിക്കുക എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ കുമ്മനം സ്വദേശിയായ കുമ്മനം രാജശേഖരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അമരത്തെത്തുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ള വാർത്ത. ഈ വിഷയത്തിൽ ശ്രീ KVS ഹരിദാസ്, ശ്രീ PM മനോജ്, ശ്രീ A സജീവൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KVS ഹരിദാസ്, BJPയിൽ പ്രസിഡന്റ് പദവിയിലേക്ക് വരാൻ സാധ്യതയുള്ള നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു. മുൻ പ്രസിഡന്റുമാരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടു. പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരുമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇവരാരുമല്ലാതെ പുറത്തുനിന്ന് ഒരാൾ, BJPയിൽ ഒരു ഭാരവാഹിത്വവുമില്ലാത്ത ഒരാൾ RSSന്റെ നോമിനിയായി സംസ്ഥാനത്തെ BJPയെ നയിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? നിലവിലെ നേതൃത്വം ഒരു തരത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന് തോന്നുന്നില്ലേ ദേശീയ നേതൃത്വത്തിന്? അല്ല അഭിലാഷേ, അങ്ങനെയല്ല ഈ പ്രശ്നത്തെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ BJP എന്ന സംഘടനയുടെ ഭാരവാഹിയല്ലായിരുന്നു കുമ്മനം എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 40 വർഷത്തോളമായിട്ട് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്തുള്ള ഒരു പ്രമുഖനാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ കുമ്മനത്തിൻ്റെ പേര് ഈ രംഗത്തേക്ക് ഉയർന്നു വന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ BJPയെ നയിക്കുന്നത് ഒരു യുവ നേതൃത്വമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അപ്പോൾ അതിനേക്കാൾ മുതിർന്ന ഒരാളുടെ സാന്നിധ്യം കേരളത്തിൽ വേണം, BJPയുടെ തലപ്പത്ത് വേണം എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചത് തന്നെയാണ്. കാരണം RSSന്റെ ഒരു പ്രചാരകനാണ് കുമ്മനം. നമുക്കൊക്കെ അറിയാം, RSSന്റെ പ്രചാരകനാണ്. കാരണം 87 മുതൽ അദ്ദേഹം RSSന്റെ പ്രചാരകനാണ്. അപ്പോൾ RSSന്റെ പ്രചാരകന്മാർ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഇതുവരെ നിശ്ചയിച്ചിരുന്നത്, അദ്ദേഹം പ്രവർത്തിക്കാൻ നിയോഗിച്ചിരുന്നത് വിശ്വഹിന്ദു പരിഷത്തിലാണ്, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയിലാണ്. കുറേ നാൾ ജന്മഭൂമിയുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ പല വിധത്തിലുള്ള ചുമതലകൾ കുമ്മനം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ RSS തീരുമാനിച്ചു അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് BJPയിലാണെന്ന്. അപ്പം അങ്ങനെ ഒരു പതിവുണ്ട്, സംഘപരിവാറിനകത്ത് അങ്ങനെ ഒരു ശീലമുണ്ട്, പതിവുണ്ട്. ആ പതിവാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും അതിന് വലിയ പ്രാധാന്യം അതിന് നൽകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരുക. ശ്രീ PS ശ്രീധരൻപിള്ള, സംസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അതേസമയം തന്നെ അദ്ദേഹത്തിന് BJPയിൽ ഭാരവാഹിത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം BJPയിൽ പ്രവർത്തിക്കട്ടെ, ഏറ്റവും സുപ്രധാന ചുമതല ഏൽക്കട്ടെ എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്? ഹലോ, എന്നോടാ? ശ്രീ PS ശ്രീധരൻപിള്ള. ഹലോ, ശ്രീധരൻപിള്ളയാണോ? അതെ അതെ. അല്ല, അദ്ദേഹം ഞങ്ങളുടെ തലമുതിർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ, അതായത് സംഘപരിവാർ ഉൾക്കൊള്ളുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും സീനിയറായ, ഏറ്റവും ശക്തനായ ജനകീയ നേതാക്കളുടെ ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് BJP പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ ആളെ പാർട്ടിയിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യമാണ്. ആ നിലത്ത് ഇന്നത്തെ ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മറ്റുള്ള അദ്ദേഹത്തിന്റെ ചുമതലയെ സംബന്ധിച്ചൊന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ദയവായി തുടരുക. താങ്കൾ വളരെ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ BJPയെ നയിക്കാൻ എത്തുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ? ഇത് വളരെ അത്ഭുതകരമായൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ശ്രീ കുമ്മനം രാജശേഖരൻ BJPയുടെ ഒരു ഭാരവാഹി അല്ല എന്നുള്ളത് ഇവിടെ എല്ലാവരും സമ്മതിച്ചല്ലോ. അദ്ദേഹം BJPയിൽ അംഗമാണോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, നമ്മുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്ന ആളെയല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്ന കാലം മുതൽക്ക് അദ്ദേഹം ഹിന്ദു ഐക്യവേദി മുതലായ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. 1984 83-84 കാലത്തെ നിലക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്.
പിന്നീട് ഇതുപോലുള്ള പല സംഗതികളിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ കാണുന്നു. അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രവർത്തകനായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതാവായിട്ടാണ് കരുതപ്പെട്ടത്. ഈ BJP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അത് എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലൊരാളെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അത് സത്യത്തിൽ അത്ഭുതകരമായിട്ടുള്ളൊരു തീരുമാനമാണ്. നമ്മുടെ ഇവിടെ BJPക്ക് നേതാക്കന്മാരില്ലാത്തതുകൊണ്ടൊന്നുമല്ലോ, ചെറുപ്പക്കാരായ നേതാക്കന്മാർ തന്നെ ഡസൻ കണക്കിനുണ്ട്. ഇനി അതെല്ലാം കുറച്ചുകൂടി മുതിർന്ന നേതാക്കളെ വേണമെങ്കിൽ അതും പരീക്ഷിക്കാൻ സംവിധാനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ തീരെ ഇടപെടാത്ത ഒരാളെ BJPയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നു, അതും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പരമപ്രധാനമായ തസ്തികയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കുമ്മനത്തെ സംബന്ധിച്ചുള്ള ഒരു മേന്മേളം എന്ന് വെച്ചാൽ ഇപ്പോൾ BJPക്കകത്ത് നമുക്കറിയാവുന്ന പോലെ പല ചേരികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, പല താല്പര്യക്കാരുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല അദ്ദേഹം. വ്യക്തി ജീവിതത്തിൽ ഒരു വിശുദ്ധി വെച്ച് പുലർത്തുന്ന ആളാണ് അദ്ദേഹം. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ മറ്റു തരത്തിലോ ഉള്ള സ്വാധീനങ്ങൾക്ക് വശംവദനാകുന്ന വ്യക്തിയുമല്ല. അത്രത്തോളം അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാനുണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുറമേയുള്ളവർക്ക് പിന്നെ ആദർശപരമായിട്ടും താത്വികമായിട്ടും മറ്റു പല കാര്യങ്ങളിലും എതിർപ്പുണ്ടാകും, രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും. പക്ഷേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് എതിർപ്പുള്ള ആരും പാർട്ടിക്കകത്തുണ്ടാവില്ല. പക്ഷേ എന്നാലും കക്ഷി രാഷ്ട്രീയത്തിൽ തീരെ പരിചയമില്ലാത്ത ഒരാളെ ഇതിൻ്റെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. തുടരുക. ശ്രീ PM മനോജ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളിലും അസമിലും BJPയുടെ പ്രസിഡന്റുമാരെ തീരുമാനിച്ചത് RSS ആണ്, RSSന്റെ നോമിനികളായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ നിലവിലുള്ള നേതൃനിരയെ ആരെയും പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. കുമ്മനം രാജശേഖരൻ ഏതാണ്ട് ഏകകണ്ഠമായി തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ ലൈൻ കൂടിയാണ്. സംഘപരിവാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. വിജയിക്കുമോ? തീർച്ചയായും ശ്രീ KVS കൃത്യമായി പറഞ്ഞതുപോലെ അതിനുശേഷം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ BJP എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പാർട്ടിയാണ്. ഇതുവരെ ഈ പാർട്ടിയിലെ അംഗത്വമോ ഭാരവാഹിത്വമോ ഇല്ലാത്ത ഒരാളെ ആ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് നിയമിക്കണമെങ്കിൽ നിയമിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പരിഗണനയിൽ വന്ന രണ്ട് പേരുകൾ, ഒന്ന് ഈ കുമ്മനം രാജശേഖരനും രണ്ടാമത്തത് ബാലശങ്കർ. ഈ ബാലശങ്കർ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കുമ്മനം രാജശേഖരൻ ഇതുവരെ ഒരു BJP വേദിയിലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ പാർട്ടിയെ ഇപ്പോഴുള്ള അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ അതിനെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് കണ്ടെത്തുന്നതും പുതിയ ഒരാളെ നിയോഗിക്കണമെന്ന് കണ്ടെത്തുന്നതും RSS ആണ്. അതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും BJPയും തമ്മിലുള്ള വ്യത്യാസം. BJPക്ക് സ്വന്തമായൊരു അസ്തിത്വമില്ല, അത് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘടനയാണ്. ഈ RSS രാഷ്ട്രീയമില്ല എന്ന് പറയുകയും എന്നാൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് മറ്റ് മതസ്ഥരെ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഉന്മൂലനം ചെയ്യണം, ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന് പറയുകയും ചെയ്യുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് BJP. അതുകൊണ്ട് RSS തീരുമാനിക്കുന്നത് എന്തോ അത് BJPയിൽ നടക്കും. ഇന്നലെ വരെ ഈ കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ മാർച്ച് 23 കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ സമ്മേളനം നടത്തിയിരുന്നു ഇവർ. അന്ന് ഈ ശശികലയാണോ, ഈ നമ്മുടെ ഒരു ശശികല ടീച്ചർ ഉണ്ടല്ലോ, ആ ശശികല ടീച്ചറാണോ കുമ്മനം രാജശേഖരനാണോ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പുന്നതെന്ന് ഞാൻ തന്നെ സംശയിച്ചു പോയിരുന്നു. അന്ന് മാത്രമല്ല 1987 ഇദ്ദേഹം സ്വയം സേവകനാകുന്നത്. അതുമുതൽ ഇതുവരെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ, സാമൂഹിക പരിസരത്തെ തീവ്രമായ വർഗീയതയുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം BJPയിലെ ഇന്നത്തെ നേതൃത്വം ഒന്നും കുമ്മനത്തെ പോലെ വ്യക്തിശുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ ആ BJPയുടെ ഇന്നത്തെ നേതൃത്വം ആകെ അഴിമതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൃത്തികേടിലോ മുഴുകിപ്പോയി എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിന് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഒരു സത്യമുണ്ടല്ലോ. അതാണ് എന്നെ ഈ ചർച്ചയിൽ ഏറ്റവും സന്തോഷമാക്കുന്നത്. ദയവായി തുടരുക ശ്രീ PM മനോജ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, BJP കുമ്മനം രാജശേഖരനെ പുതിയ സംസ്ഥാന നേതാവായി, സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ടല്ലോ. കേരളത്തിൽ BJPയെ സംബന്ധിച്ച് ആ നേതൃപദവിയിലെത്താൻ യോഗ്യരായ നിരവധി നേതാക്കളുണ്ട്. അവർ അവരുടെ സംഘടനാപരമായ കഴിവ് തെളിയിച്ചവരുമാണ്. അതിനപ്പുറത്ത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു ചോയ്സ് ഉണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കേരളത്തിലെ മോഡറേറ്റായ നേതാക്കളെ തഴഞ്ഞ് കുറെ കൂടി തീവ്രമായ ഒരു ഹൈന്ദവ രാഷ്ട്രീയ ലൈനിനാണോ BJP പ്രാമുഖ്യം കൊടുക്കുക ഇനി? ഒന്ന്, ഈ ഒരു പാർട്ടിയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച്
അത് ആ പാർട്ടിയുടെ ആന്തരികമായ അതിൻ്റെ കഴിവുകളും പല സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ചെയ്യുന്നതാണ്. അത് ആ പാർട്ടിക്കുള്ള സ്വാതന്ത്ര്യമാണ്. എൻ്റെ ശ്രീ മനോജൊക്കെ പറയുന്നത് കേട്ട അവസരത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തവരാണോ ആയിട്ടാണ് അവർ, അത് അവരുടെ ഒരു അജണ്ടയാണ്. ഞാൻ ചോദിക്കട്ടെ, കുമ്മനം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം മത്സരിച്ച അന്ന് സ്വതന്ത്രനായിട്ടാണ് നിർത്തിയെന്നുള്ളൂ പാർട്ടി. അദ്ദേഹം തിരുവനന്തപുരം ഈസ്റ്റിൽ മത്സരിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിയ 2ാം സ്ഥാനത്തെത്തിയ ആളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ശരിയാണ്, RSSൻ്റെ പ്രചാരകനാണ്, RSSനോട് ബന്ധപ്പെട്ട ആളാണ്. BJPയുടെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പം വാജ്പേയി, ഇന്നത്തെ പ്രധാനമന്ത്രി എല്ലാം RSSൻ്റെ പ്രചാരകന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. അതിൽ സംശയമില്ല, ഞങ്ങളെല്ലാം അഭിമാനിക്കുകയാണ്. ഇവിടെ കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ സമർപ്പണം, ഇതെല്ലാം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. അതേ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയാണ് വേണമോ വേണ്ടോ എന്താണ് ചെയ്യേണ്ടത്. മാത്രമല്ല അതിൽ തന്നെ പല പേരുകൾ അവർ പരിഗണിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുമ്മനം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ കോർ കമ്മിറ്റി സീനിയറായിട്ടുള്ള ആൾക്കാരുള്ള 9-10 പേരുള്ളതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാരണം അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നനായ ഒരാൾ ആ രംഗത്ത് വന്നിരിക്കുന്നു. അത് ഇത് പാർട്ടിയുടെ ചരിത്രം തന്നെ അതല്ലേ. പുതിയതായി വന്ന ആളുകളല്ല. ഇപ്പോൾ 10 കോടി ആളുകൾ BJP മെമ്പർഷിപ്പുണ്ട്. മുമ്പ് എത്ര മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു? കഷ്ടിച്ച് 1 കോടി എടുത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ 9 കോടി ആൾക്കാർ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വന്നതല്ലേ ഈ അടുത്ത കാലത്ത്. അപ്പോൾ പുതിയ ആൾ വരുന്നവരാരെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദഗതി മറ്റ് പാർട്ടിയിൽപ്പെട്ടവരല്ല, സ്വതന്ത്രമായ ആൾക്കാർ അവർ പറയുമ്പം യുക്തിഭദ്രമല്ല അവരുടെ വാദഗതി. എന്തായിരിക്കാം BJP മുന്നോട്ട് വെക്കുന്നത്? മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള സീനിയറായ, ഇതേവരെ BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മറ്റ് സംഘടനാ രാഷ്ട്രീയത്തിലും അത്ര സജീവമല്ലാതായിരുന്ന, അതേസമയം ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രയോക്താവായിരുന്ന ഒരു വ്യക്തി BJPയുടെ സംസ്ഥാന നേതൃപദവിയിലേക്ക്, സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയാണ്. ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സഖ്യകക്ഷിയായി വരുന്നു. ആ തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് ശ്രമിക്കുന്നു. മറുവശത്ത് കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഒരു നേതാവ് BJPയെ നയിക്കുന്നു. എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത്? കൃത്യം 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമുക്കറിയാം BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന ആളുകളിൽ ഇപ്പം മാരാർജി മുതൽ ശ്രീധരൻപിള്ള വരെയുള്ള ആളുകൾ, മുരളീധരൻ വരെയുള്ള ആളുകൾ, അതിൽ മാരാർജിയൊക്കെ BJPയുടെ നേതാവ് എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് തികഞ്ഞ മാനുഷികത, ജാതി മതാതീതമായിട്ടുള്ള ബന്ധങ്ങളുള്ള ആളായിരുന്നു. ഞാൻ ഇപ്പോൾ ശ്രീധരൻപിള്ള ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല, ശ്രീധരൻപിള്ളയെപ്പോലും നമ്മൾ കാണുന്നത് അദ്ദേഹം ഈ ജാതി മതാതീതമായിട്ടുള്ള ബന്ധമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ BJPക്കൊക്കെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന അജണ്ട എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടുള്ളതെന്നായിരുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ BJP തീർച്ചയായിട്ടും കേരളത്തിൽ ദേശീയ തലത്തിലുള്ളതുപോലെ തന്നെ കേരളത്തിലും ലക്ഷ്യം വയ്ക്കുന്നത് തികഞ്ഞ ഹിന്ദു രാഷ്ട്രീയം മാത്രമാണ്. ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകളെയോ അല്ലെങ്കിൽ മറ്റാളുകളെയോ ഒക്കെ ഇവിടെ അത് നയിക്കാൻ വേണ്ടി വെക്കുന്ന കുറച്ച് പ്രയാസമായിരിക്കും പാർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ RSSൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ട, അത് RSS പ്രചാരകനെ ആക്കുന്നില്ല. അവരുടെ ഹിന്ദുത്വ അജണ്ട പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയിൽ കുമ്മനം രാജശേഖരൻ നമുക്കറിയാവുന്നതാണ്. എത്രയോ കാലമായിട്ട് വളരെ സജീവമായിട്ട് RSSൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുകയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന, വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ വിട്ടുവീഴ്ച പോലുമില്ലാതെ ഹിന്ദുത്വത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ച ആളാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പാർട്ടിയുടെ പുതിയ ലൈൻ ഇവിടെ കേരളത്തിൽ ദേശീയ തലത്തിൽ നടപ്പാക്കിയ പോലെ തന്നെ കേരളത്തിൽ ഇത്തവണ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈൻ, അത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള തികഞ്ഞ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒരു ലൈനാണ് ഇവിടെ നടപ്പാക്കാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് തന്നെ അറിയാവുന്നതാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ആളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഈ തവണ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രധാനമന്ത്രിയും ഞാനും അല്ലാതെ മറ്റാരുമില്ല. BJPയുടെ നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാരിൽ എത്ര പേരെ അദ്ദേഹം അടുപ്പിച്ചിട്ടുണ്ട്? വെള്ളാപ്പള്ളിയും പ്രധാനമന്ത്രിയും മാത്രം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും അമിത്ഷായും മാത്രം. ആ രീതിയിലായിരുന്നു ഈ സഖ്യവും
മറ്റുള്ള കാര്യം തുറന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ ശങ്കർ അനുസ്മരണത്തിൻ്റെ കാര്യത്തിൽ വരെ അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതിൽ അങ്ങനെയുള്ള നിയന്ത്രിക്കാൻ മുരളീധരന് കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട് ശ്രീധരൻപിള്ളയാണെങ്കിലും ശ്രീധരൻപിള്ളയ്ക്ക് കഴിയില്ല. ഇവിടെ നിലവിലുള്ള പല നേതാക്കന്മാർക്കും കഴിയില്ല. ശോഭാ സുരേന്ദ്രനെ ആയിരുന്നല്ലോ മറ്റൊന്നുള്ളത്. പിന്നെ ബാലശങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാലശങ്കർ കുറേ കാലമായിട്ട് കേരളത്തിലെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം ഓർഗനൈസറിൻ്റെ ചുമതലയായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ പാർട്ടിക്ക് താല്പര്യമുണ്ട്, അമിത്ഷായ്ക്കൊക്കെ താല്പര്യമുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും ബാലശങ്കറിനും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളല്ല വെള്ളാപ്പള്ളി. ഇന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി തിരിഞ്ഞു കുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇവരെയൊക്കെ നിയന്ത്രിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുരളീധരനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നീങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപോലൊരു സംസ്ഥാന പ്രസിഡന്റാണ് BJPക്ക് ഇവിടെ വരുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ B ടീമാക്കി അദ്ദേഹം BJPയെ മാറ്റും. അതിന് സമ്മതിക്കില്ല എന്നൊരു സൂചന കൂടി കൊടുത്തുകൊണ്ടാണ് രണ്ട് നിരീക്ഷണങ്ങളാണ് താങ്കൾക്കുള്ളത്. ശ്രീധരൻപിള്ള, തീർച്ചയായും നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയമല്ലേ, അക്കാര്യത്തിലൊരു പൊതു ചർച്ച വേണ്ടതുണ്ടോ എന്ന ചോദ്യം ന്യായമായും ചോദിക്കാം. പക്ഷേ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പൊതുചർച്ചയ്ക്ക് വിധേയമാക്കാമല്ലോ. സംസ്ഥാനത്ത് അത്ര തീവ്രമായ ഒരു ലൈനിലേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം പ്രയോഗിക്കുക എന്നുള്ളത് BJPയുടെ ഒരു രീതി ആയിരുന്നില്ല. അതിന് മാറ്റം വരികയാണോ? ഇപ്പോൾ ഒരു സമത്വ മുന്നേറ്റ ജാഥ നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഭാഷണങ്ങളുടെയൊക്കെ ശൈലി ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത്തരത്തിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള തീവ്രമായ ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് പോവുകയാണോ BJP എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഹിന്ദുത്വത്തിന് ഒരിക്കലും തീവ്രമുഖം സ്വീകരിക്കാൻ സാധിക്കില്ല. തീവ്രത എന്ന് പറഞ്ഞാൽ മൃദു ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വം എന്നൊക്കെ ചില മാധ്യമ സുഹൃത്തുക്കൾ പറയാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വം എന്നൊരു കാഴ്ചപ്പാട്, കാരണം ഹിന്ദുത്വം തീവ്രമായാൽ പിന്നെ ഹിന്ദുത്വമല്ല. മാനവരാശിയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വസുദൈവ കുടുംബകം അല്ലെങ്കിൽ പിന്നെ ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക ലോകത്തെ എല്ലാ ചിന്തയും വരട്ടെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു ആശയത്തിനെ എങ്ങനെയാണ് തീവ്ര ഇതാക്കാൻ പറ്റുക? എങ്ങനെയാണ് ഗുരുജി വളക്കർ വിചാരധാരയിൽ അന്യവിശ്വാസങ്ങളെ മാനിക്കാത്തവൻ ഹിന്ദുവല്ല എന്ന് നിർവചനം കൊടുത്തിട്ടുള്ള 136 പേജ് നോക്കിയുള്ളൂ. അതിൽ കൊടുത്തിട്ടുള്ള ഒരു ആശയത്തിന് എങ്ങനെയാണ് തീവ്രമായിട്ട് പെരുമാറാൻ സാധിക്കുക? അതുകൊണ്ട് തീവ്രമാകാൻ ഒരിക്കലും സാധിക്കില്ല. ഇവിടെ കുരിശുയുദ്ധം നടന്നോ ഇന്ത്യയിൽ? മതത്തിൻ്റെ പേര് ഇൻക്വിസിഷൻ നടന്നിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറിയപ്പെട്ട 12 മതങ്ങളെ സ്വീകരിച്ച ഒരു നാടാണ്. ആ സാംസ്കാരിക ധാരണയാണ് RSSൻ്റെ അടിത്തറ. അതുകൊണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന അവസരത്തിൽ അതിൽ നിന്ന് വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തിന് എങ്ങനെയാ തീവ്ര ഹിന്ദുത്വമാകാൻ സാധിക്കും? ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ വിശദീകരിക്കുന്നത്. ജയശങ്കർ, കേരള രാഷ്ട്രീയം കൂടുതൽ ധ്രുവീകരിക്കപ്പെടാൻ പോവുകയാണോ? വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ മുന്നേറ്റം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ BJPയെ നയിക്കാൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുമ്മനം രാജശേഖരൻ എത്തുമ്പോൾ കൂടുതൽ ധ്രുവീകരിക്കപ്പെടാൻ പോവുകയാണോ കേരള രാഷ്ട്രീയം? അല്ല, ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ധ്രുവീകരണം ഓൾറെഡി ഉണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ലീഗിൻ്റെ 5ാം മന്ത്രിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് മുതൽക്കാണ് ഇത് വളരെ പ്രകടമാകാൻ തുടങ്ങി. ഈ UDF ഭരണം എന്നൊക്കെ നടന്നുണ്ടോ? അത് 82-87 കരുണാകരൻ്റെ ഭരണമാണെങ്കിലും 91-96 കാലത്ത് കരുണാകരനും ആൻ്റണിയും കൂടി നടത്തിയ ഭരണമാണെങ്കിലും അതിനുശേഷം 2001-2007 കാലത്ത് AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോഴാണെങ്കിലും ഒക്കെ ഈ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളെല്ലാം ഇപ്പോഴും LDF ആയിരുന്നു. കാരണം ഈ ധ്രുവീകരണം ഉണ്ടായി കഴിയുമ്പോൾ ഭൂരിപക്ഷ സമുദായക്കാരുടെ ഭൂരിപക്ഷ വോട്ടുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വീഴുകയും അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുകയാണ് ചെയ്യാറ്. BJPയുടെ വോട്ട് ഷെയറും വർദ്ധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ 5ാം മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദം, അതിനെ തുടർന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും നടത്തിയ പ്രസ്താവനകൾ, അതിന് തത്തുല്യമായിട്ട് KPM അജീദും ET മുഹമ്മദ് ബഷീറും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, മുസ്ലിം ലീഗുകാരുടെ ജാഥ, അങ്ങനെയുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന, ഞാനിപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ, എല്ലാത്തിലും നമ്മൾ കാണുന്ന ഈ സാമുദായികമായ ധ്രുവീകരണം വളരെ വളരെ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയ അതിൽ നിന്ന് പരമാവധി മുതലെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ ജാഥയിലാണെങ്കിലും ഇപ്പോൾ കുമ്മനത്തെ കൊണ്ടുവരുന്നതിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വളരെ സ്ഫോടകാത്മകമായ ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സ്ഫോടകാത്മകം എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന അർത്ഥത്തിലല്ല, തെരഞ്ഞെടുപ്പിൽ അത് ഈ ഒരു സാമുദായിക വികാരം ആളിക്കത്താം എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.
റൈറ്റ്. ശ്രീ പി എം മനോജ്, അതാണ് പ്രശ്നം. ബി ജെ പി അവരുടെ വോട്ട് വിഹിതം ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ വർദ്ധിച്ചു. അതും കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് 14% എത്തി നിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാഥ നടത്തി ഉഴുതുമറിച്ച മണ്ണിലേക്ക് കുമ്മനം രാജശേഖരൻ്റെ BJP ഏത് തരത്തിലാണ് രംഗപ്രവേശനം ചെയ്യുക എന്നുകൂടി കാത്തിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും ത്രികോണ മത്സരമായേക്കാം. അത്തരത്തിലൊക്കെ ഒരു മൂന്നാം ശക്തിയുടെ ഉദയം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞതുപോലെ അതാണോ ഇനി കേരള രാഷ്ട്രീയം കാണുക? അല്ല, പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞത് മൂന്നാം തൃക്കണ്ണ് എന്നാണ്. ഈ തൃക്കണ്ണ് എന്ന് പറഞ്ഞാൽ തുറന്നാൽ തീയാണ്, മറ്റ് മുന്നിലുള്ളതെല്ലാം നശിപ്പിക്കുന്നതാണ്. അങ്ങനെ മുന്നിലുള്ള നശിപ്പിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ജാഥ എന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടാമത്തത്, ഈ കുമ്മനം രാജശേഖരൻ ഈ അടുത്ത കാലത്ത് വന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP എന്നൊരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയാണ്. RSS ആണ് അതിന് നിയന്ത്രിക്കുന്നത്. RSS തന്നെ നിയന്ത്രിക്കുന്ന RSSൻ്റെ പ്രചാരകനായിട്ടുള്ള RSSൻ്റെ ഏറ്റവും തീവ്രമായ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് 1987 മുതൽ കേരളത്തിൽ എല്ലാ ഘട്ടത്തിലും, അതിനു മുമ്പ് നിലയ്ക്കൽ പ്രക്ഷോഭമുണ്ട്, ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ആളാണ് കുമ്മനം രാജശേഖരൻ. ആ കുമ്മനം രാജശേഖരൻ ഇനിയിപ്പം ഒരു ഭാഗത്ത് നിന്ന് മാറ്റി, ഒരു പ്ലേറ്റിൽ നിന്ന് മാറ്റി മറ്റൊരു പ്ലേറ്റിലേക്ക് ഈ സാധനം വിളമ്പിയത് കൊണ്ട് അത് പെട്ടെന്ന് BJP ആകെ വർഗീയവൽക്കരിക്കുമെന്നൊന്നും അർത്ഥമില്ല. കുമ്മനം രാജശേഖരന് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന എല്ലാ സന്യാസി സംഗമങ്ങളുടെയും സംഘാടകൻ കുമ്മനം രാജശേഖരനായിരുന്നു. എല്ലാ തരത്തിലുള്ള വർഗീയ ജാതി സംഘടനകളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആൾ കുമ്മനം രാജശേഖരനായിരുന്നു. അതിന് നാഗ്പൂരിൽ നിന്ന് ഇപ്പോൾ മറ്റ് ശ്രീധരൻപിള്ള അദ്ദേഹം RSSനെയൊക്കെ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, കാരണം അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ RSSനെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പറയാനും വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടൊരു സഹതാപമുണ്ട്. പക്ഷേ കുമ്മനം രാജശേഖരൻ ശ്രീധരൻപിള്ളയെ പോലെയല്ല, K. സുരേന്ദ്രനെ പോലെയല്ല, രാജേഷിനെ പോലെയല്ല, മറ്റൊരു നേതാവിനെയും പോലെയല്ല, ജയശങ്കറിനെയും പോലെയല്ല. ഇദ്ദേഹം നാഗ്പൂരിൽ ചെന്ന് RSSന്റെ എല്ലാ ട്രെയിനിങ്ങും പൂർത്തിയാക്കി വന്ന RSS പ്രചാരകരാണ്. ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുമില്ലാതെ KVSനെ ഞാൻ വിട്ടുപോയതല്ല കേട്ടോ. അപ്പോൾ ഒരു വെള്ളം ചേർക്കലുമില്ലാതെ RSSന്റെ വർഗീയ അജണ്ട അതിതീവ്രമായി നടപ്പാക്കാൻ ചുമതലപ്പെട്ട ആളാണ് ഈ കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ BJP ഇപ്പോൾ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കട്ട എടുത്ത് പോക്കറ്റിലിടുന്ന ഏർപ്പാടാണ്. ഈ പോക്കറ്റ് അടക്കം പുകഞ്ഞു പോകും. കാരണം ഈ തീവ്രവർഗീയതയും കൊണ്ട് ഇവർ എന്തൊക്കെ കളിച്ചു, നിലയ്ക്കൽ കളിച്ചു, അത് കഴിഞ്ഞ് മാറാട് കളിച്ചു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും കളിക്കുന്നതിന് നായകത്വം കുമ്മനത്തിനായിരുന്നു. ഈ കുമ്മനത്തിൻ്റെ പരാജയമാണ് BJP ഈ അടുത്ത കാലം വരെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയത്. ഇപ്പം വെള്ളാപ്പള്ളിയെയും കൊണ്ട്, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെയും NSSനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യ മുന്നണി, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ R. ശങ്കറിൻ്റെ ഏർപ്പാട് പോലെ ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ആളായിരുന്നു ഈ കുമ്മനം. ഇപ്പോൾ NSS അങ്ങ് ഒഴുകിപ്പോയി. NSSനെയും കൂടി കൊണ്ടുവരാമെന്ന മിഥ്യാധാരണ ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് കേരളത്തിലെ മറ്റെല്ലാ നേതാക്കളും കുഴപ്പക്കാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, പകരം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ എടുത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചാൽ എന്തോ ചെയ്തു കളയാം എന്ന ധാരണ കൊടുത്തത്. ദയവായി തുടരുക ശ്രീ മനോജ്. ശ്രീ KVS ഹരിദാസ്, കേരളം അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് പാകപ്പെടുന്ന മണ്ണാണോ? ഈ കാലം വരെയുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു. കൂടുതൽ ധ്രുവീകരിക്കപ്പെടുകയാണോ രാഷ്ട്രീയം എന്ന ആശങ്ക ഉയരുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിലയ്ക്കൽ സമരം മുതൽ മാറാട് വരെയുള്ള വിവിധ തരത്തിലുള്ള ഹൈന്ദവം എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഒരൊട്ട് വർഗീയത എന്ന് ആക്ഷേപിക്കാവുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെയൊക്കെ മുൻപിലുണ്ടായിരുന്ന ഒരു വ്യക്തി BJPയെ നയിക്കാൻ രാഷ്ട്രീയമായി വരുന്നത്, അത് BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ഗുണമാണോ ഉണ്ടാവുക? നമ്മൾ കേരളം എന്ന പൊതുസമൂഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ കൂടി പരിഗണിക്കണമല്ലോ. അഭിലാഷേ, ഇപ്പോൾ ഒരു കൊല്ലം മുമ്പുള്ള കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും അദ്ദേഹം നടത്തിയ യാത്രയും നമ്മുടെ മുമ്പിൽ ഒരു പുതിയ ചിത്രം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ വെള്ളാപ്പള്ളിയുടെ പാർട്ടി കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. ആ ഒരു അടിത്തറ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ കിട്ടാത്ത ഒരു ശക്തമായ പിന്തുണ തന്നെയാണ്.
കാരണം BJP നമുക്കറിയാം 82 മുതൽ 2015 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള സഖ്യങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധരൻപിള്ളയൊക്കെ എവിടെയുണ്ട്? അവർക്കൊന്നും അവരുടെയൊക്കെ കാലഘട്ടത്തിൽ പല തരത്തിലുള്ള പല നീക്കുപോക്കുകളും പല ധാരണകൾക്കും ഒക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മുടെ വടകര ബേപ്പൂർ പോലുള്ള സഖ്യങ്ങൾ പോലും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പറഞ്ഞത് അത്തരം ശ്രമങ്ങളിലൊക്കെ തന്നെ BJPക്ക് വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആസൂത്രിതമായിട്ടല്ലെങ്കിലും SNDPയുമായിട്ട് പല തലത്തിലും നീക്കുപോക്കുകളുണ്ടായിരുന്നു, സഖ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഫലം BJPക്കും കിട്ടിയിട്ടുണ്ട്. കാരണം BJPയുടെ ഈ വോട്ട് ഷെയറിലുണ്ടായ വർധന, ഏതാണ്ട് 1300 ചില്ലാനം പേര് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശക്തമായ അടിത്തറ ഇന്ന് BJPക്കുണ്ട്. അപ്പോൾ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ SNDP രൂപീകരിക്കുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി രൂപീകരിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലത്തോട് കൂട്ടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പദ്ധതി സംഘപരിവാറിൻ്റെ മുമ്പിലുണ്ട്, BJPയുടെ മുമ്പിലുണ്ട്. അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു കരുത്തനായ നേതാവ് വേണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത് BJP മാത്രമല്ല, എൻ്റെ വിശ്വാസം BJP മാത്രമല്ല, RSSൻ്റെയും കൂടി കേരളത്തിലെ നേതാക്കന്മാരും ദേശീയ തലത്തിലുള്ള RSSൻ്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് എടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ്. അങ്ങനെയാണ് കുമ്മനത്തിനെ പോലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും സൂചിപ്പിച്ചാണ് കുമ്മനത്തിൻ്റെ കേരളത്തിലെ സംഘടനാ പ്രവർത്തന രീതി എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മുതിർന്ന നേതാവ് BJP നയിച്ചാൽ അതിനൊരു ഇപ്പോൾ വെള്ളാപ്പള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹിന്ദുത്വ പ്ലാറ്റ്ഫോമുണ്ട്. ആ ഹിന്ദുത്വ പ്ലാറ്റ്ഫോമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുമ്മനം തന്നെയാണ് ബെസ്റ്റ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ അപകടത്തിന്റെ കാര്യമൊന്നുമില്ല. BJP ശ്രീ PP മുകുന്ദൻ, കുമ്മനം രാജശേഖരനാണ് BJPയുടെ പുതിയ അധ്യക്ഷനായി വരിക. BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ അതിന് അനുഗുണമായ പ്രതികരണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. BJPയുടെ ആ ദിശ മാറ്റാൻ കുമ്മനത്തിന് സാധിക്കുമോ? എന്താണ് താങ്കളുടെ പ്രതീക്ഷ? ഒരു സംഗതി കയ്യിൽ കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയാ, പ്രശ്നം വെച്ച് നോക്കുന്ന മാതിരി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവാതിരിക്കാം എന്ന് പറയാൻ പറ്റും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ, കാരണം ഇതുവരെ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആധ്യാത്മിക ഫീൽഡിൽ. ഇപ്പൊ രാഷ്ട്രീയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ സ്വാഭാവിക രീതിയിൽ ആരുടെ കയ്യിലാണോ വരുന്നത് അവര് അതിനെ കുറിച്ചിട്ട് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ശ്രീ PP മുകുന്ദൻ, അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സംഘാടകനായിരുന്നു. ആധ്യാത്മിക പ്രവർത്തനം എന്നതിനപ്പുറത്ത് നമുക്ക് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, വിവിധ സംഗമങ്ങൾ, വിവിധ സമരങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ കുറേ നാളുകളായി. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയമായി BJPയെ നയിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അന്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആധ്യാത്മികതയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു സന്യാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയക്കാരനാവുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ പാർലമെന്റിലൊക്കെ വരുന്നതായിട്ടുള്ള സംഗതികൾ. അപ്പൊ അതുകൊണ്ട് അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ സാക്ഷി മഹാരാജ്, സാധ്വി പ്രാചി അങ്ങനെയുള്ള ആളുകളെയാണോ എന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സ്വാഭാവികമായിട്ട് പ്രായോഗികമായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാവാൻ അനുഭവത്തിനെ കൂടി കിട്ടുന്ന സംഗതിയാണ്. ആധ്യാത്മികതയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് പോളിറ്റിക്സ്. അപ്പൊ ഞാൻ RSSന്റെ പ്രവർത്തനമായിരുന്നു. RSSന്റെ പ്രവർത്തനം ഞാൻ BJPയിലേക്ക് പോയത്. പക്ഷെ വളരെ വ്യത്യാസമായിരുന്നു. RSS ഒരു കേഡർ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തന ശൈലിയിൽ നിന്ന് വളരെ വ്യത്യാസമാണ് പൊളിറ്റിക്സ് എന്നുള്ള നിലക്ക് ഞാൻ അനുഭവിച്ചത്. അതേപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുഭവം എന്നുള്ള നിലക്ക് ഈ പ്രവർത്തനത്തിനെ കൂടിയിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കഴിവുണ്ട് എന്ന് വേണം പറയാൻ. അല്ല, ശ്രീ PP മുകുന്ദൻ, ഈ യോഗി ആദിത്യനാഥ്, സാക്ഷി മഹാരാജ് തുടങ്ങിയ ആളുകൾ BJPയുടെ പാർലമെന്റ് അംഗങ്ങളായി UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് BJPയിലേക്ക്, അതിൻ്റെ നേതൃതലത്തിലേക്കൊക്കെ എത്തിയപ്പോൾ അവരുടെയൊക്കെ സംഭാഷണങ്ങൾ വലിയ തോതിൽ BJPക്ക് തലവേദന ഉണ്ടാക്കുകയാണ് രാജ്യവ്യാപകമായി ചെയ്തത്. അതേസമയം അവരുടെയൊക്കെ സ്ഥലങ്ങളിൽ ആളുകളെ കൂട്ടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ UPയിലൊക്കെ ഉണ്ടായ ആ ഇഫക്റ്റ് ആണോ ഇവിടെ കുമ്മനം രാജശേഖരൻ വന്നാൽ ഉണ്ടാവുക?
അല്ല, കുമ്മനം രാജശേഖരൻ ഇപ്പൊ ആറന്മുള സമരം വന്ന സമയത്ത് കുമ്മനം രാജശേഖരന് അതില് കാര്യമായിട്ട് വിജയം നേടിയെടുക്കുന്ന കാര്യത്തില് അദ്ദേഹത്തിന്റെ പങ്ക് സ്തുത്യർഹമാണ്. അതുപോലെ നിലക്കൽ സമരം വന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സമരം, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ക്ഷേത്ര വിമോചന സമരം നടത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ള, അതില് വിജയിച്ചു എന്നുള്ളെങ്കിലും ചിലതിൽ പരാജയപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയല്ലേ? തീർച്ചയായും. ഒറ്റ കാര്യം കൂടി, താങ്കൾ അതുപോലെ തന്നെ ശ്രീ രാമൻപിള്ള തുടങ്ങിയ ആളുകൾ BJP-യിലേക്കും അതിൻ്റെ ആ രാഷ്ട്രീയ സംവിധാനത്തിലേക്കും തിരികെ വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അതിനുള്ള തടസ്സം ഇപ്പോഴുണ്ടായിരുന്ന നേതൃത്വത്തിൻ്റെ പിടിവാശിയോ അല്ലെങ്കിൽ അവരുടെ കർശനമായ നിലപാടുകളോ ആയിരുന്നു. ഇനി പുതിയൊരു നേതാവും നേതൃത്വവും വരുമ്പോൾ അക്കാര്യത്തിലൊക്കെ കുറെ കൂടി ഉൾക്കൊള്ളുന്ന നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാനങ്ങനെ ഒന്ന് രാഷ്ട്രീയക്കാരനല്ല. രണ്ടാമത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് പാർട്ടി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റില്ല, അത് പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമാണ്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ PP മുകുന്ദൻ സംസാരിച്ചതിന്. ശ്രീ A. സജീവൻ, ഇങ്ങനെ ഒരു പുതിയ നേതാവ്, പുതിയ മുഖം രാഷ്ട്രീയമായി BJP-യെ സംബന്ധിച്ച് വരികയാണ്. അതേസമയം തന്നെ ഈ നമ്മൾ ഹൈന്ദവ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന ആ പ്രത്യേക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായുള്ള പ്രവർത്തനമുണ്ട്. അത്തരം പരിപാടികളുടെ സംഘാടകനായി, അത്തരം സമരങ്ങളുടെ സംഘാടകനായി ദീർഘനാളത്തെ പരിചയമുണ്ട്. അതേസമയം തന്നെ വ്യക്തിപരമായി ആരോപണങ്ങളൊന്നും നേരിടാത്ത ആളും ആണ്. അങ്ങനെ ഒരാൾ, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ പക്ഷം ചേരാത്ത ആൾ കൂടിയാകുമ്പോൾ BJP-യെ സംബന്ധിച്ച് രാഷ്ട്രീയം കുറെ കൂടി പറഞ്ഞ്, അതായത് അവർ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറെ കൂടി പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ കുമ്മനം രാജശേഖരൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ PP മുകുന്ദനൊക്കെ പറഞ്ഞതിൻ്റെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അദ്ദേഹം കൃത്യമായിട്ട് എനിക്ക് ഒരു സംഭവം വെച്ചുകൊണ്ട് ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ അറിയാം, അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ കണിശമായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ ഈ മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടനിലക്കാരനായിട്ട് അതിൻ്റെ മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു, കുറേ കാലങ്ങളിലുണ്ട്. അപ്പോൾ അറിയാവുന്ന കാര്യം തന്നെ ഇദ്ദേഹമായി ഇടപെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറച്ചാൽ, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സ്വന്തം പാർട്ടിയുടെ ലൈനാണെങ്കിൽ പോലും വേറൊരു ആൾക്ക് മാറ്റമുണ്ടെങ്കിൽ പോലും അദ്ദേഹമായി കടുകട മാറ്റുന്ന പ്രശ്നമില്ല. ഒരു വളരെ കണിശക്കാരനായ, വളരെ സൂത്രശാലിയായ, വളരെ തന്ത്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ ഇത്ര കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്ന് പലരും പറയുമെങ്കിൽ പോലും തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് കുമ്മനം രാജശേഖരൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും എനിക്ക് തോന്നുന്നു പാർട്ടിയിൽ തന്നെ ഒരു പട്ടാളച്ചിട്ടയോ അല്ലെങ്കിൽ ഒരു താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിന് അപ്പുറത്തേക്ക് ഒരു വാട്ടർ ടൈറ്റായിട്ട് അദ്ദേഹം വിചാരിച്ചാൽ അതിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിലേക്ക് പോകും. പല കാര്യങ്ങളിലും ശക്തമായ നിലപാടെടുക്കും. അങ്ങനെ ഒന്നുണ്ട്. അത് രണ്ട് രീതിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുകയും ദോഷം ചെയ്യുകയും ചെയ്യും. ഒന്ന്, ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കെട്ടുറപ്പുണ്ടാക്കുക. ഇപ്പോൾ ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഗ്രൂപ്പില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്നതാണ്, മറ്റു പല പാർട്ടികളിലും ഉള്ളതിനേക്കാൾ കൂടിയ ഗ്രൂപ്പ് BJP-യിലുണ്ട്. ആ ഗ്രൂപ്പുകളെ മുഴുവൻ താൻ നിയന്ത്രിക്കുന്ന തൻ്റെ കയ്യിലുള്ള കടിഞ്ഞാണിനനുസരിച്ചിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുമ്മനം രാജശേഖരന് കഴിയും. അതേ സമയത്ത് തന്നെ നമുക്ക് അറിയാവുന്ന പോലെ പാർട്ടിയുടെ ഒരു മാനുഷിക മുഖം, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീരംപിള്ള സമ്മതിക്കാതിരുന്നൊരു കാര്യമാണ്, ഈ മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ഉണ്ടോന്നൊക്കെ. എനിക്ക് അതിലൊരു സംശയമില്ല. കാരണം എനിക്ക് ഈ പാർട്ടിയുമായിട്ട് ഇടപെടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തോന്നിയ ഈ കാര്യം, ഇതിൽ രണ്ട് തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്. ഒന്ന്, ഈ തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന വളരെ കണിശക്കാരായിട്ടുള്ള, ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളുകൾ, അതേ സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകൾ. അപ്പം അതിൽ ഇദ്ദേഹം വളരെ കണിശക്കാരനായിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ കൃത്യമായ ചട്ടക്കൂടിലേക്ക് കൊണ്ടുപോകും. അതേ സമയം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ പാർട്ടിയെ പിറകിൽ നിന്ന് നിയന്ത്രിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങിൻ്റെ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള, ദേശീയ രാഷ്ട്രീയത്തിൽ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ
താങ്കൾ അടക്കമുള്ള BJPയുടെ നേതാക്കൾ, കേരളത്തിലെ BJPയുടെ നേതാക്കൾ BJPയുടെ കാര്യം പറയുന്നത് സാക്ഷി മഹാരാജും സാധ്വി പ്രാച്ചിയും യോഗി ആദിത്യനാഥും ഒന്നുമല്ല, നിങ്ങൾ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് കേൾക്കുന്നില്ലേ, വെങ്കയ്യ നായിഡു പറഞ്ഞത് കേൾക്കുന്നില്ലേ എന്നൊക്കെയായിരുന്നു ചോദിക്കുന്നത്. അതായത് നിങ്ങൾ മാനസികമായി വെങ്കയ്യ നായിഡുവിനും അരുൺ ജെയ്റ്റ്ലിക്കും ഒക്കെ ഒപ്പമായിരുന്നു. കേരളത്തിലും ആ സ്റ്റേച്ചറിലുള്ള നേതാക്കൾ നയിക്കുന്നതല്ലേ പാർട്ടിയെ സംബന്ധിച്ച് ഗുണകരമാകുക? ഈ മൃദു ഹിന്ദുത്വം എന്ന ടെർമിനോളജിയോട് താങ്കൾ വിയോജിച്ചാലും അത്തരത്തിൽ കുറെ കൂടി സമവായത്തോടുകൂടി സംയമനത്തോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയല്ലേ കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത കിട്ടാൻ നല്ലത്? അഭിലാഷ്, ഈ മനോജ് പറഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2 കാര്യങ്ങൾ അതേ മനോജ് പറഞ്ഞില്ലേ ഇവിടെ. ഒന്ന് നിലക്കൽ സമരം. ഞാൻ ചോദിക്കട്ടെ, പൂങ്കാവനത്തിൽ അവിടെ കൊണ്ടുപോയി കുരിശ് വെച്ച് കഴിഞ്ഞപ്പം അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള ആർജവം CPMകാരോ കോൺഗ്രസ്സുകാരോ മറ്റോ പറഞ്ഞോ ഇത് തെറ്റാണ്, ഇങ്ങനെ ഇവിടെ ചെയ്യരുത്? ആ സഭയ്ക്കത് തോന്നിയിട്ട് ആ സഭയുമായിട്ടുള്ള ധാരണപ്രകാരം അത് അവിടുന്ന് 6-ാം മൊഴിയോ ഇവിടെ ഒരു സ്ഥലത്തേക്ക് കാങ്ങാമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് ആ പ്രശ്നം തീർക്കുകയല്ലേ ഉണ്ടായിട്ടുള്ളത്? അവിടെ എവിടെ അക്രമ സ്വഭാവമുള്ളത്? അനീതി എന്ന് കണ്ട ഒന്നാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവരും തന്നെ മാറ്റിയിരിക്കുന്നു. അതിനെപ്പോലും മനോജ് കലാപം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടതാ. അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, മാറാട് നിങ്ങളെല്ലാം പറയുമ്പോൾ എനിക്കൊരു വലിയ ദുഃഖമുണ്ട്. എൻ്റെ സുഹൃത്ത് സജീവൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. സജീവൻ അറിയാമല്ലോ, 8 പേരെ കാശ്മീർ മോഡലിൽ വെട്ടിക്കൊന്നപ്പം, ഏകപക്ഷീയമായി കൊന്നപ്പം, മിന്നലാക്രമണത്തിൽ കൊന്നപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ആരാ ചെയ്തെന്നുള്ള അവിടുത്തുകാർക്കെല്ലാം അറിയാം. CPMൻ്റെ കൈകൾ അതിൽ കറപുരണ്ടതാണ്, പാപമംഗലമാണ്. അങ്ങനെ വന്നൊരു സംഭവം ഉണ്ടായ സമയത്ത് അവിടെ തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ് മാറാടെ ആളുകളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അതിനവർ തയ്യാറായി വന്നോ പാടില്ല എന്ന് പറഞ്ഞാണ് RSSൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് മാറാട്ടെ അരേ സമാജം ഒരാളെപ്പോലും തിരിച്ചടിക്കാഞ്ഞത്. ഇതിനെപ്പോലും അപ്രീഷിയേറ്റ് ചെയ്യാൻ, ഇതുപോലും നല്ലതാണെന്ന് പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ ഈ സാക്ഷര കേരളം മുന്നോട്ട് വന്നില്ല എന്ന് പറയുമ്പം പാപമംഗലമായ കൈകളുള്ളവർ കൂടുതൽ രക്തപ്പുഴ ഒഴുകട്ടെ എന്ന് ഇടതുപക്ഷത്തിൻ്റെ പേര് ശ്രമിച്ചപ്പോൾ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആരാ കേസ് നടത്തിയത്? ജനാർദ്ദൻ കുറുസാറല്ലേ കേസ് നടത്തിയത്? ഒരുപാട് സംഭവമുണ്ട്. അതുകൊണ്ട് അത് ചെയ്ത ഒരാളിനെ അതിൻ്റെ പേരിലെങ്കിൽ നിങ്ങൾ RSSനെ എതിർത്തുള്ളൂ, BJP എതിർത്തുള്ളൂ, ആരെ വേണേ എതിർത്തുള്ളൂ. കുറഞ്ഞ പക്ഷം മാറാടെങ്കിലും 8 പേരെ കൊന്നതിന് മറുഭാഗത്ത് ഒരാളെ ഒരു 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 എന്താ പറയുക, മണ്ണ് പോലും വാരി എറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇന്നിപ്പോൾ സുരേഷ് ജയിലിലാണ്. സുരേഷ് ജീവിതത്തിൽ ഇദ്ദേഹം പറയട്ടെ, നമ്മുടെ നിയമത്തിൽ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്ന് ജീവപര്യന്തം കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ട് എന്നിട്ടും അക്രമം ഉണ്ടാകാത്തൊരു സമൂഹത്തെ ഇത് കേരള ചരിത്രത്തിൽ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ഇതിനെയെങ്കിലും മാനിക്കാത്ത ക്രൂര സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആ 2 കാര്യങ്ങളെ സംബന്ധിച്ചും സത്യം ഇതല്ല, സത്യം ആഴത്തിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ജയശങ്കർ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എടുത്താൽ 1 ചുവട് മുന്നോട്ട് 2 ചുവട് പിന്നോട്ട് എന്നുള്ളതായിരുന്നു BJPയുടെ ഇതുവരെയുള്ള അവസ്ഥ. അത് മാറി അവർക്ക് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയും അത് സ്ഥിരമായി കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലേക്ക് കടന്നിട്ടുണ്ടോ ആ പാർട്ടി? 1982 മുതൽക്ക് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ നിലക്കൽ സമരം തന്നെ, ഇപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് BJP ജനസംഘം ഒട്ടും തന്നെ ശക്തമായിരുന്നില്ല, മലബാറിലേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ നിലക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതിന് BJPക്കാർ കടപ്പെട്ടിരിക്കുന്ന കുമ്മനം രാജശേഖരനോടല്ല, അന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാനായിരുന്ന മാർ ജോസഫ് പൗവത്തിലൂടെയാണ്. അദ്ദേഹമാണ് ഈ രാംകോ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് ശബരിമലയുടെ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയും അവിടെ മാർ തോമസ് ലീഹ പണിയിച്ച ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുകയും ഏറ്റവും അവസാനം 5 ഏക്കർ സ്ഥലം ആങ്ങാമൂഴി എന്ന സ്ഥലത്ത് കിട്ടി തൃപ്തിപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് 5 ഏക്കർ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ നാട്ടിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ചെങ്ങന്നൂർ മാവേലിക്കരയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ വോട്ടെണ്ണുമ്പോൾ കണ്ടില്ലേ, ആ വോട്ടൊക്കെ വന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആ ഇടയ്ക്ക് തന്നെ ശ്രീ കരുണാകരൻ്റെ ഭരണകാലത്ത് ചാലക്കമ്പോളത്തിന് വലിയ ഒരു കലാപവും കൊള്ളിവെപ്പൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതിന് മുമ്പ് BJPക്ക് ഒരു 10 വോട്ട് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ജനസംഘത്തിന് 82-ലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് പോയിക്കോളൂ. BJPക്ക് 500 വോട്ട് 600 വോട്ടൊക്കെ കിട്ടിയ സ്ഥലമാണ്. അവിടെ BJP അടുത്ത തെരഞ്ഞെടുപ്പ് 2ാം സ്ഥാനത്ത് എത്തുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളവർമ്മ രാജ 1,10,10,000 വോട്ട് പിടിക്കുന്നു. അന്നത്തെ കാലത്തൊക്കെ വലിയ അത്ഭുതമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചത് ആ സംഭവങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെ പല സംഭവങ്ങളിൽ നിന്നായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് അവർ
ക്രമാനുഗതമായിട്ട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരിക്കലും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആകെ ഒരു ജയമെന്ന് പറയാവുന്നത് നമ്മുടെ PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് മാത്രമാണ്. അത് തന്നെ ഒരു NDAയുടെ പാനൽ ലേബലിലുണ്ടായ ഏക വിജയം അതാണ്. ഇപ്പോഴാണ് കഴിഞ്ഞ തവണ ശ്രീ രാജഗോപാൽ വിജയത്തിൻ്റെ അടുത്തുവരെ എത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സാമുദായിക ധ്രുവീകരണം മറ്റ് പല സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ്. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് BJPക്ക് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത് പണത്തിന് യാതൊരു ക്ഷാമമില്ല എന്നാണ്. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത് LDFിനേക്കാളും UDFിനേക്കാളും നന്നായിട്ട് പണം ചെലവഴിക്കാവുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കേന്ദ്രത്തിലെ ഭരണമാറ്റം മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM മനോജ്, BJP ഒരു പുതിയ ഹിന്ദു ഹൃദയ സാമ്രാട്ടിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഹൈന്ദവ അഭിമാന ബോധം ഉയർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പദ്ധതി. വളരെ വ്യക്തമാണ്. അതിന് ഉപോത്ബലകമായ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുക തന്നെ ചെയ്തു. അവിടെ തീർച്ചയായും കോൺഗ്രസും അതുപോലെ തന്നെ CPIM പേടിക്കേണ്ടതുണ്ട്. ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാൻ മാത്രം സജ്ജമാണോ താങ്കളുടെ പാർട്ടിയും കോൺഗ്രസ് അടക്കമുള്ള മറ്റു കക്ഷികളും? ഒരു സംശയം വേണ്ട. ഈ സാഹചര്യം ഇപ്പോൾ വന്നത് കുമ്മനം വരുന്നത് കൊണ്ടല്ല, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല. ഈ കഴിഞ്ഞ വർഷം മാർച്ച് 23 കൊച്ചി മറൈൻ ഡ്രൈവിൽ നടത്തിയ സംഗമത്തിൽ ഈ വെള്ളാപ്പള്ളിയും ഈ പറഞ്ഞ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് കാലമായി തുടങ്ങിയതാണ്. ഈ കുമ്മനത്തിൻ്റെ കഥ പറയുന്നു. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ പുന്നാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഉശിരനായ ഒരു RSS പ്രവർത്തകൻ, ഒരു ഹിന്ദു സംഘപരിവാർ പ്രവർത്തകൻ അശ്വിനി കുമാർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ കലാപം നടന്നു. ആ കലാപം നടത്തിയ RSSനെതിരെയോ കൊള്ളയടിക്കപ്പെട്ട മുതലിനെക്കുറിച്ചോ അതിനെതിരെ നിന്ന NDFനെ കുറിച്ചോ ഒരു കേസും ഇപ്പോൾ നിലവിലില്ല. ഇവരാകെ ഈ പരസ്പരം പങ്കുവെച്ച് കൊള്ള മുതലും അതിനനുസരിച്ചുള്ള പലിശയും പങ്കുവെച്ച് അവിടെ RSSന്റെ കാര്യാലയങ്ങൾ വരിക ചെയ്തത്. അതിന് മാധ്യസ്ഥം വഹിച്ച ആൾ നമ്മുടെ കുമ്മനമായിരുന്നു. കുമ്മനം വ്യക്തിപരമായിട്ട് വലിയ മഹാനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇദ്ദേഹം ചെയ്യുന്ന ഇതൊക്കെയാണ്. ഇത് വസ്തുതയാണ്, നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ കുമ്മനം വരുന്നത് കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ RSSന് മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് വരെ RSS തുടർന്ന് വന്ന അതേ രീതി തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി എന്ന ഊന്നുവടി കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്. സ്വന്തമായിട്ട് നിൽക്കാൻ കെൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ RSS കഴിഞ്ഞ മാർച്ച് 23 129 സംഘടനകളുടെ നിവേദനമാണ് കുമ്മനം കൊണ്ടുപോയി കൊടുത്തത്, ഹൈന്ദവ സംഘടനകളെന്ന് പറഞ്ഞിട്ട്. ആ 129 സംഘടനകൾ ഒന്ന് തന്നെയായിരുന്നു ഈ വെള്ളാപ്പള്ളിയുടെ ഏർപ്പാടും. അപ്പോൾ അവരുടെ ഊന്നുവടിയിൽ BJP നിൽക്കാൻ ശ്രമിക്കുന്നു. അത് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഈ 14% വോട്ട് കിട്ടിയപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം വെള്ളാപ്പള്ളിക്കുള്ള എല്ലാ പിന്തുണയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിരുന്നു. എന്നിട്ടും 14% വോട്ടുണ്ടായുള്ളൂ. അതുകൊണ്ട് കേരളത്തെ ആകെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒന്ന് കുമ്മനം വന്നാലോ അല്ലെ BJPയും വെള്ളാപ്പള്ളിയും ചേർന്നാലോ നടത്തിക്കളയാം എന്ന ധാരണ ആർക്കും വേണ്ട. ശ്രീ A. സജീവൻ, ഒരു വശത്ത് വർഗീയവൽക്കരണത്തിനും ധ്രുവീകരണത്തിനും ശ്രമമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മറുവശത്ത് മതേതര വിശ്വാസികളുടെ കൺസോളിഡേഷനും ഉണ്ടാകുമല്ലോ. ഏതാണ്ട് ഇതേ സാഹചര്യത്തിൽ നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ആദ്യമായി ഇടതുപക്ഷം ജയിക്കുന്നത് നാം കണ്ടത്. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇതുവരെയുള്ള ചരിത്രവും വെച്ച് എന്ത് പ്രവചനമാണ് നടത്താൻ സാധിക്കുക? നമ്മൾ പഴയ കാലത്തേക്ക് പോകേണ്ടതില്ല. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ. അവിടെ സംഭവിച്ച് ഇതേ സംഭവമായിരുന്നു. നേരത്തെ മനോജ് പറഞ്ഞ പോലെ BJP അതിൻ്റെ ഏറ്റവും തീവ്ര ഹിന്ദുത്വ മുഖവുമായിട്ട് നിന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പരമാവധി ശക്തി, അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ കൂടിയ ശക്തിയോട് കൂടിയിട്ട് SNDP യോഗത്തെ ഈ സമരസജ്ജമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കി വെച്ചു. അദ്ദേഹം എല്ലാ ശാഖായോഗങ്ങളിലേക്കും സർക്കുലർ അയച്ചു. CPM ഇടതുപക്ഷത്തിൽ ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത് എന്തെങ്കിലും പരിഗണന കൊടുക്കണമെങ്കിൽ UDFന് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും BJP സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് പോലും ഉണ്ടായതാണ് 14% വോട്ട് ഷെയർ. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ സംഭവിച്ചു പോയത് ഇടതുപക്ഷത്തിന് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ഒരു ശക്തമായ ഒരു ഗ്രൂപ്പായിട്ട് പോലും വന്നിരുന്നില്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിലൊക്കെ CPIയും മറ്റു പല പ്രശ്നങ്ങളും RSP പോയ സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ മനോജ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും CPMനകത്ത് ഉണ്ടായ ഗ്രൂപ്പിസ് നമുക്കറിയാവുന്നതാണല്ലോ. കുറേ കാലമായിട്ട് അത് ശക്തമായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പൂർണ്ണമായിട്ട് മാറാത്ത ഘട്ടത്തിലും CPMന് അല്ലെങ്കിൽ LDFന് ഇത്രയും
പിന്തുണ കിട്ടാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്രയും ശക്തി സംഭരിക്കാൻ കഴിഞ്ഞത്, അവർക്ക് ഇത്രയും സീറ്റുകൾ നേടാൻ കഴിഞ്ഞുള്ളത് ഒരു ഭാഗത്ത് ഇതേപോലെ തീവ്ര ഹിന്ദുത്വ ഒരു ഇതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം മറിച്ച് സ്വാഭാവികമായിട്ടുണ്ടാവും രണ്ട് രീതിയിലുണ്ടാവും. അത് തന്നെയാണോ ആവർത്തിക്കപ്പെടുക എന്നറിയാൻ നമുക്ക് കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കണം. ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒക്കെ ലിറ്റ്മസ് ടെസ്റ്റാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എ സജീവൻ, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ PM മനോജ്. ഇടവേളയ്ക്ക് ശേഷം എഴുത്തിയ സവർ കാണാം. നമസ്കാരം.